ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഗായ്സ്, ഇന്ന് നമ്മൾ വീണ്ടും പുതിയൊരു ടെക് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കണത്. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ടെക് ഐറ്റം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, സാംസങ് ഗാലക്സി ഇസഡ് ഫ്ലിപ്പ് 8 ന്യൂ ലോഞ്ചിങ് ഫോൺ. അവരുടെ പുതിയതായിട്ട് ഇറങ്ങാൻ പോണ സാംസങ് ഗാലക്സി ഇസഡ് ഫ്ലിപ്പ് 8, അതിനെ പറ്റിയുള്ള കുറച്ച് ഫീച്ചേഴ്സും അതിനെ പറ്റിയുള്ള കുറച്ച് റിവ്യൂവും അതൊക്കെയാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് മക്കളെ. അപ്പൊ നമുക്ക് ഒട്ടും സമയങ്ങളാണ്, നേരെ നമ്മുടെ വീട്ടിലോട്ടോ. കമോൺ ഗൈസ്, ലെറ്റ്സ് ഡു ഇറ്റ്. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ഫോണിന്റെ പേരാണ് സാംസങ് ഗാലക്സി ഇസഡ് ഫ്ലിപ്പ് 8. ഫീച്ചേഴ്സിലോട്ട് പോകാം. ഓക്കെ ഗൈസ്, ഇത് സാംസങ്ങിന്റെ പുതിയതായിട്ട് ലോഞ്ച് ചെയ്യാൻ പോണ ഒരു ഫോണാണ് സാംസങ് ഗാലക്സി ഇസഡ് ഫ്ലിപ്പ് 8. ഇത് റിലീസ് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ ജൂലൈ 22, 2026. ഓക്കെ, അന്നാണ് ഈ ഫോൺ റിലീസ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സിലോട്ട് നമുക്ക് കിടക്കാം, കുറച്ച് ഘടകങ്ങളിലോട്ട് നമുക്ക് കിടക്കാം. ഓക്കെ ഗൈസ്, ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ എന്ന് വരുന്നത് 6.9 ഇഞ്ച് ഡൈനാമിക് LTPO AMOLED 2x ഇന്റേണൽ ഡിസ്പ്ലേ, അതാണ് ഈ ഫോണിന് വരുന്നത് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഡൈനാമിക് LTPO AMOLED 2x ഇന്റേണൽ ഡിസ്പ്ലേ ആണ്. നിങ്ങൾക്ക് നല്ല ക്ലാരിറ്റി ഉണ്ടാവും, വീഡിയോസ് ആയാലും ഫോട്ടോസ് ആയാലും നല്ല ക്ലാരിറ്റി ഉണ്ടാവും. പിന്നെ അത്യാവശ്യം നല്ല വലിയ ഡിസ്പ്ലേ തന്നെയാണ് ഫോണിന് കമ്പനി കൊടുത്തേക്കണത്. ഓക്കെ, അതിനൊന്നും കമ്പനി ഒരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടൊന്നുമില്ല, അതിന് ഞാൻ ഗ്യാരണ്ടി തരാം. 6.9 ഇഞ്ച് ഉണ്ട്. ഓക്കെ, പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ ഗൈസ്, ഈ ഫോണിൻ്റെ റിഫ്രഷിംഗ് റേറ്റ് ആണ് കുഴപ്പമില്ല, അടിപൊളി റിഫ്രഷ് റേറ്റ് തന്നെയുണ്ട്. 120 Hz ആണ്, 120 Hz ആണ് ഈ ഫോണിൻ്റെ റിഫ്രഷിംഗ് റേറ്റ് കമ്പനി കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ എന്തായിരുന്നു ഗൈസ്, പിന്നെ പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഗൈസ്, ഈ ഫോണിന്റെ ഡിസ്പ്ലേയിലില്ലേ, ഈ ഫോൺ നമ്മൾ മേടിക്കുമ്പോൾ ഇതിന്റെ ഡിസ്പ്ലേയിലില്ലേ ഒരു കവർ ഗ്ലാസ് തന്നെ ഉണ്ട്, ഒരു പ്രൊട്ടക്ഷന് വേണ്ടി ഒരു കവർ ഗ്ലാസ് തന്നെ ഉണ്ട്. ആ കവർ ഗ്ലാസിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ 6.1 ഇഞ്ച് എക്സ്റ്റേണൽ AMOLED കവർ ഗ്ലാസ് തന്നെയാണ്. ഓക്കെ, 6.1 ഇഞ്ച് എക്സ്റ്റേണൽ AMOLED കവർ ഗ്ലാസ് ആണ് ഈ ഫോണിന്റെ ഡിസ്പ്ലേന്റെ പൊക്കത്ത് വന്നേക്കണത്. ഒരു കവർ ഗ്ലാസ് പ്രൊട്ടക്ഷന് വേണ്ടി വളരെ നന്ദി, താങ്ക് യു. ഓക്കെ, അത് വളരെ നല്ല കാര്യം. കാരണം നമ്മളിപ്പോൾ ഫോൺ വില മേടിക്കുമ്പോൾ നമ്മുടെ എക്സൈറ്റ്മെന്റ് നമ്മൾ വില താഴ്ത്തലും ഇട്ടാൽ സ്ക്രാച്ച് ഒന്നും ആവില്ല. കാരണം ഒരു കവർ ഗ്ലാസ് കൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, കമ്പനി അത് നമുക്ക് റെഡിയാക്കി തന്നോളൂ. അങ്ങനെ കുറേ ഗുണങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, പിന്നെന്ന് പറഞ്ഞാൽ പിന്നെ എന്തായിരുന്നു ഗൈസ് ഈ ഫോണിൻ്റെ, പിന്നെ ഇപ്പം ഞാൻ മറ്റേ കവർ ഗ്ലാസിനെ പറ്റി പറഞ്ഞു. പിന്നെ എന്തായിരുന്നു ഗൈസ്, അയ്യോ മറന്നുവല്ലോ, എന്തായിരുന്നു ഗൈസ്, ഈ ഫോണിൻ്റെ ഈ ഫോണിൻ്റെ ഇല്ലേ ഗൈസ്, എന്തായിരുന്നു കവർ ഗ്ലാസ് കഴിഞ്ഞെന്താണ് കവർ ഗ്ലാസ്, ഗൈസ് ഓർമ്മ ഗൈസ്, ഈ ഫോണിൻ്റെ ഇല്ലേ ഗൈസ് പ്രൊസസ്സർ തന്നെയെന്ന് പറഞ്ഞാൽ സ്നാപ്ഡ്രാഗൺ 8 Elite Gen 5 പ്രൊസസ്സറാണ് ഗൈസ് ഈ ഫോണിൽ തന്നെയെന്ന് പറഞ്ഞാൽ. ഓക്കെ, നമ്മുടെ മറ്റേ S26 Ultra തന്നെയുള്ള സെയിം പ്രൊസസ്സറാണ് ഈ കമ്പനി ഇതിലും കൊടുത്തേക്കണത്. സ്നാപ്ഡ്രാഗൺ 8 Elite Gen 5 പ്രൊസസ്സർ കിട്ടില്ല പ്രൊസസ്സറാണ് കേട്ടോ. സത്യം പറയാം, ഞാൻ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് ഞാൻ പറയാം, അടിപൊളി പ്രൊസസ്സർ തന്നെയാണ് ആ ഫോണിൻ്റെ. ചെറിയ നോർമൽ വിലേൻ്റെ പ്രൊസസ്സർ നല്ലതാണ്, കിടിലൻ സാധനം തന്നെയാണ് കമ്പനി കൊടുത്തേക്കണത്. ഓക്കെ, അതോർത്ത് ആരും വിഷമിക്കണ്ട, ദുഃഖിക്കണ്ട. ഓക്കെ, പിന്നെ ഗൈസ് വേറെ ഗുണം എന്ന് വെച്ചാൽ ഇതിൻ്റെ 12 GB RAM ആണ് ഇത് വന്നതെന്ന് പറഞ്ഞു ഈ ഫോണിൽ. 12 GB RAM, നമുക്ക് ആ 12 GB RAM നമുക്ക് ഈ സ്നാപ്ഡ്രാഗൺ 8 Elite Gen 5 പ്രൊസസ്സറായിട്ട് പെയർ ചെയ്യാൻ പറ്റും. അതൊരു വലിയൊരു ഗുണം തന്നെയാണ്. പെയർ ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്യാൻ പറ്റും നമുക്ക്. 12 GB RAM സ്നാപ്ഡ്രാഗൺ 8 Elite Gen 5 പ്രൊസസ്സറായിട്ട് നമുക്ക് പെയർ ചെയ്യാൻ പറ്റും, ഒരു ഗുണമുണ്ട്. പിന്നെ എന്തായിരുന്നു സ്റ്റോറേജ് ഗൈസ്, ഈ ഫോണിൻ്റെ സ്റ്റോറേജ് എന്ന് പറഞ്ഞില്ലേ എത്രയാ 256 GB ഉണ്ട്, 512 GB ആണ് ഈ ഫോണിൻ്റെ സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അടിപൊളിയാണ്. മറ്റേ S26 Ultra തന്നെ ഇത് തന്നെയാണ്, 256 GB 512 GB. ഇത് രണ്ടുമാണ് ഇത് സ്റ്റോറേജ് വരുന്നത്. മറ്റേന്ന് പറഞ്ഞാൽ 1 TB കൂടെ ഉണ്ട്, അതിന് കുറച്ചും കൂടി വില കൂടുതലാണ്, ഇതിന് കുറച്ച് വില കുറവാണ്, അത്ര വ്യത്യാസമുള്ളൂ. ഓക്കെ, 256 GB 512. ഓക്കെ, അതാണ് ഈ ഫോണിൻ്റെ സ്റ്റോറേജ് വരുന്നത്. ഓക്കെ, സെറ്റ് അല്ലേ ഗൈസ്, സെറ്റ് അല്ലേ? ഓക്കെ, എത്ര പവറാവ്. പിന്നെ ഗൈസ് അടുത്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്റ്റോറേജ് കഴിഞ്ഞു. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഓക്കെ ക്യാമറ ഗൈസ്, എല്ലാവരും ക്യാമറയിലോട്ട് കിടക്കൂ. ഓക്കെ ഗൈസ്, ഈ ഫോണിൻ്റെ ക്യാമറ തന്നെയെന്ന് പറഞ്ഞാൽ 50 MP ഒരു പ്രൈമറി ക്യാമറയാണ് ഈ ഫോണിൽ തന്നെയെന്ന് പറഞ്ഞാൽ. 50 MP ഒരു പ്രൈമറി ക്യാമറ, നോർമൽ പ്രൈമറി ക്യാമറ. പിന്നെ 10 MP ഒരു ഫ്രണ്ട് സെൽഫി ക്യാമറ വന്നിട്ട്, 10 MP ഒരു ഫ്രണ്ട് സെൽഫി ക്യാമറ വന്നിട്ട്. നിങ്ങൾക്ക് സെൽഫി ഒക്കെ എടുക്കണമെങ്കിൽ 10 MP ഒരു ഫ്രണ്ട് സെൽഫി ക്യാമറ വന്നിട്ട്. പിന്നെ എന്തായിരുന്നു, പിന്നെ 12 MP ഒരു അൾട്രാ വൈഡ് റെയർ ക്യാമറമാൻ ഉണ്ട്. അൾട്രാ വൈഡ് ഇല്ലേ മറ്റേ സംഭവം ഗൈസ്, അത് തന്നെ 12 MP അൾട്രാ വൈഡ് ആംഗിൾ റെയർ ക്യാമറമാൻ ഉണ്ട്. ഓക്കെ, സെറ്റ് അല്ലേ ഗൈസ്?
ഇതാ 3 ക്യാമറ വന്നെന്ന് പറഞ്ഞാൽ. ഓക്കെ, പിന്നെ എന്തായിരുന്നു പിന്നെ ബാറ്ററി എന്ന് പറഞ്ഞാൽ 4300 mAh ഒരു ബാറ്ററിയാണ് കമ്പനി പ്രാവശ്യം ഈ ഫോണിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, 4300 mAh ഒരു ബാറ്ററിയാണ് ഗൈസ്. ഓ എൻ്റെ പൊന്നോ. പിന്നെ ഗൈസ് ബാറ്ററി കഴിഞ്ഞ് പിന്നെ ചാർജിങ് ഗൈസ്. ഈ ഫോണിൻ്റെ ചാർജിങ് എന്ന് പറഞ്ഞാൽ 45 വാട്ടിൻ്റെ വയേർഡ് ചാർജിങ് തന്നെ ഉണ്ട്. 45 വാട്ടിൻ്റെ വയേർഡ് ചാർജിങ്ങും 15 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ്ങുമാണ് കമ്പനി ചാർജറിന് കൊടുക്കുന്നത്. ഓക്കെ, സെറ്റ് അല്ലേ ഗൈസ്? നല്ല നല്ല കാര്യം തന്നെയാണ്. ഭാഗ്യം ചാർജർ തന്നെ കൊടുക്കണ ഭാഗ്യം. ഇപ്പം ചില കമ്പനിയിൽ ചാർജറൊന്നും കൊടുക്കാറില്ല. ഇത് കൊടുക്കണ തന്നെ വളരെ നല്ലൊരു കാര്യമാണ്. ഓക്കെ ഗൈസ്, പിന്നെ വേറെ ഗുണം എന്ന് വെച്ചാൽ ഈ ഫോൺ വാങ്ങുന്ന ആൾക്കാർക്ക് 7 കൊല്ലമില്ലേ അപ്ഡേറ്റ്സ് ഉണ്ടാവും, OS അപ്ഡേറ്റ്സ്. ഓക്കെ, 7 കൊല്ലത്തേക്ക് നമുക്ക് OS അപ്ഡേറ്റ്സ് ഉണ്ടാവും ഈ ഫോണിൽ. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഈ ഫോണിൻ്റെ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ Android 17 UI 9 അതാണ് ഈ ഫോണിൻ്റെ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ. Android 16 അല്ല, മറ്റേതുപോലെ Android 17 UI 9 എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ ആണ് ഗൈസ് ഈ ഫോണിൽ തന്നെ എന്ന് പറഞ്ഞാൽ. ഓക്കെ, പിന്നെ ഈ ഫോണിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര 180 ഗ്രാമാണ് ഈ ഫോണിൻ്റെ വെയിറ്റ് തന്നെ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഒരു നോർമൽ വെയിറ്റ് ഒക്കെ തന്നെയാണ്. പിന്നെ എന്തായാലും ഗൈസ് ഗൈസ് പിന്നെ ഈ ഫോണില്ലേ IP48 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ് കേട്ടോ. ഇപ്പം വെള്ളത്തിൽ വീണാലും പെട്ടെന്നൊന്നും പറ്റുന്നൊന്നുമില്ല. വാട്ടർ റെസിസ്റ്റൻ്റ് ഒക്കെയാണ്, ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ് ഈ ഫോൺ. IP48 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻ്റ്. ഓക്കെ, പിന്നെ ഗൈസ് എല്ലാവരും ചോദിക്കും ഈ ഫോണിൻ്റെ വില എത്രയാണ് ഗൈസ്. ഈ ഫോണിൻ്റെ വില എന്ന് പറഞ്ഞാലില്ലേ ഗൈസ്, ഈ ഫോണിൻ്റെ വില എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, 1,19,999. 1,19,999. 1 രൂപയുടെ വ്യത്യാസം 1,20,000 ഓക്കെ, 1,20,000 രൂപയാണ് ഈ ഫോണിൻ്റെ വില. എന്നോട് നിങ്ങൾ ഈ ഫോൺ എടുക്കണമെന്ന് ചോദിച്ചാൽ ഇതൊരു ഫ്ലിപ്പ് ഫോണാണ്. നിങ്ങൾക്ക് ഇതിനെ പൊക്കി തുറക്കുകയും അടക്കുക അങ്ങനെയൊക്കെ ചെയ്യാനുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട് ഈ ഫോൺ. പക്ഷേ ഇതിൽ 4300 mAh ഒരു ബാറ്ററി വരുന്നുണ്ട്. നിങ്ങൾ 1,10,000 കൂടി കൂട്ടി എന്തായാലും EMI വഴിയാണ് നിങ്ങൾ ഇതെടുക്കുള്ളൂ. അങ്ങനെ എനിക്ക് 10,000 കൂടി കൂട്ടിയിട്ട് മറ്റേ സാംസങ് ഗാലക്സി S26 Ultra എടുക്കാനേ പറയുള്ളൂ. കാരണം അതാണെങ്കിൽ 5000 mAh ഒരു ബാറ്ററി വരുന്നുണ്ട്. ഓക്കെ, പിന്നെ 0 to 70 30 മിനിറ്റ്സിനുള്ളിൽ തന്നെ ചാർജ് ആവും. അത് പിന്നെ എന്തായിരുന്നു അതിൻ്റെ സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ 256 GB 512 1TB അതൊക്കെയാണ് സ്റ്റോറേജ് വരുന്നത്. അതിൻ്റെ റാം ഞാൻ മറന്നുപോയി, അതൊക്കെയാണ് ലാംഗ്വേജ്. പിന്നെ S Pen ഒക്കെ വന്നിട്ടുണ്ട്. ബ്ലൂടൂത്ത് നിങ്ങൾക്ക് ബ്ലൂടൂത്ത് സപ്പോർട്ട് ചെയ്യില്ല, S Pen ഒക്കെ വന്നിട്ടുണ്ടല്ലോ. അപ്പം എന്നോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു 10,000 കൂടി കൂട്ടിയിട്ട് അതെടുക്കാനേ ഞാൻ പറയുള്ളൂ. അതാണെങ്കിൽ ലോങ് ലൈഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണല്ലോ. പുറങ്ങാൻ നിങ്ങൾക്ക് അത് നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കാനൊക്കെ പറ്റും. സാംസങ് ഗാലക്സി S26 Ultra അത് നല്ലൊരു ഫോൺ തന്നെയാണ്. ഇത് വെച്ച് നോക്കി ഇത് 1,20,000 രൂപ, ഒരു 10,000 കൂട്ടി എന്തായാലും EMI അല്ലേ, ഒരു 10,000 കൂടി കൂട്ടിയിട്ട് ആ ഫോൺ എടുക്കാനേ ഞാൻ പറയുള്ളൂ. അതാണെങ്കിൽ നല്ല കിടിലൻ പ്രോസസ്സറാണ്. ഇതിൻ്റെ തന്നെ സെയിം പ്രോസസ്സർ തന്നെയാണ്, പക്ഷേ അതിന് കുറച്ച് അഡ്വാൻസ് ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട് ഗൈസ്. ആ ഫോണിന് കുറേ അഡ്വാൻസ് ഫീച്ചേഴ്സ് ഉണ്ട്, അങ്ങനെ കുറേ ഗുണങ്ങളൊക്കെ ഉണ്ട് ആ ഫോണിന്. നല്ല ക്യാമറ, ഇതെല്ലാം നല്ല ക്യാമറ തന്നെയാണ്. ഇതിൻ്റെ മോശമെന്നല്ല പറയണത്, പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ 10,000 കൂടി അതെടുക്കാനേ പറയുള്ളൂ. ഇതിപ്പോൾ ലോഞ്ചിങ് ഫോണാണ് ഈ സാംസങ് ഗാലക്സി Z Flip 8 എന്ന് പറഞ്ഞ ഫോൺ. ലോഞ്ചിങ് ഫോൺ ഇത് ഇറങ്ങണതെന്ന് പറഞ്ഞാൽ ജൂലൈ 22 ഞാൻ പറഞ്ഞല്ലോ, ജൂലൈ 22 2026 ഈ ഫോൺ ഇറങ്ങുള്ളൂ. പിന്നെ ഇത് പിങ്ക് കളർ ഉണ്ട്, അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. നല്ല ഭംഗിയാണ് പിങ്ക് കളർ. നിങ്ങൾ എടുക്കണമെങ്കിൽ എടുത്താൽ മതി. അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞാൻ ഈ പുതിയ ലോഞ്ചിങ് ഫോണിനെ പറ്റി പറയാൻ ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമാണ് ഫോൺ നിങ്ങൾ തീരുമാനിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ നോക്കി കണ്ട് വാങ്ങാൻ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞുള്ളൂ ഗൈസ്. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നല്ലൊരു വീഡിയോ ഞാൻ വീണ്ടും വരാം. അപ്പോൾ ഇറ്റ്സ് മീ സാവിയോ സൈനിങ് ഔട്ട് ഗൈസ്. ബൈ.